അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബ് 23 രാവാണ് ഇന്ന് കടന്നു വന്നിട്ടുള്ളത്. ഞായറാഴ്ച രാവാണ്. ഞായറാഴ്ച രാവുകളിൽ ചൊല്ലിവരുന്ന അതിമഹത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്റും അതിന് മുമ്പായി റജബിൽ ഓരോ ദിനങ്ങളിൽ ചൊല്ലിവരുന്ന ഇസ്തിഗ്ഫാറും ചൊല്ലണം. എല്ലാവരും കൂടെ നല്ല ഇഖ്ലാസോടു കൂടെ തന്നെ ചൊല്ലണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ട ഒരു മഹത്തായ ഒരു മാസമാണ് പരിശുദ്ധ റജബ് മാസം. ആ റജബ് മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉണർത്തിയതാണ്. നമുക്ക് ചൊല്ലാനുള്ള റജബിലെ ഓരോ ദിനങ്ങളിൽ 70 തവണ വീതം മഹാന്മാർ ചൊല്ലാൻ നിർദ്ദേശിച്ച അതിമഹത്തായ ആ ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ നമ്മുടെ ശരീരം നരകം സ്പർശിക്കില്ലെന്ന് മഹാന്മാർ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ഇഖ്ലാസോടു കൂടെ തന്നെ ഭക്തിയോടെ തന്നെ ചൊല്ലണം. അല്ലാഹു തആല നമ്മുടെ പാവങ്ങളും, ഇത് മാത്രമല്ല ദുനിയാവും ആഖിറവും വിജയിക്കാൻ, ദുനിയാവിൽ ഒരാൾ വിജയിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം എല്ലാം റബ്ബ് അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചതാണ്. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി.
أستغفر الله وأتوب إليه 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 أستغفر الله وأتوب إليه. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ചേർക്കണം റഹ്മാനെ. നമ്മുടെ പാവങ്ങളൊക്കെയും നീ പുറത്തു തരണം റഹ്മാനെ. നരകം നിഷിദ്ധമായി സ്വർഗം ലഭിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും നീ ഉൾപ്പെടുത്തണമല്ലോ. എല്ലാവരും കൂടെ എന്ന് ചൊല്ലുന്ന അതിമഹത്തായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ അത്ഭുത ദിക്റാണ്. വഅലവി ത്വരീഖത്തിലെ മുഹിമ്മായ അവരുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും അവരുടെ ത്വരീഖിൽ ഏറ്റവും മുഹിമ്മായ ഒരു ദിക്റാണ് ഈ ദിക്ർ എന്നുള്ളത്. ഈ ദിക്ർ ചൊല്ലിയാൽ ഹബീബായ തങ്ങൾ പറയുന്നു, കാന ലഹു അമാന മിനൽ ഫഖ്ർ, ദാരിദ്ര്യമുണ്ടാവുകയില്ല, മരണം വരേക്കും ഫഖ്ർ അദ്ദേഹത്തിന് വരില്ല, ദാരിദ്ര്യം വരില്ല. വയുഅ്മനു മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിൽ അദ്ദേഹത്തെ അല്ലാഹു തആല ഒരിക്കലും ഒറ്റക്ക് കടത്തുകയില്ല. വസ്തുജ്ലിബ ബിഹിൽ ഐന, ഐശ്വര്യമുള്ള ജീവിതം അവനക്ക് കടന്നുവരും. വസ്തുകുരി അബിഹി ബാബുൽ ജന്ന, സ്വർഗ്ഗപ്രവേശനം അദ്ദേഹത്തിന് ലഭിക്കും. അത്രയും അത്ഭുതമാണ് ഈ ദിക്ർ. എല്ലാവരും നല്ല ഭക്തിയോടെ തന്നെ 100 തവണ എൻ്റെ കൂടെ ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. لا إله إلا الله الملك الحق المبين 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 لا إله إلا الله الملك الحق المبين
لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين
لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين لا إله إلا الله الملك الحق المبين അല്ലാഹുവേ നാം ചൊല്ലിയ മഹത്തായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ നമ്മെ ചേർക്കണം റഹ്മാനെ. പാപികളായ നമ്മുടെ എല്ലാ ദോഷങ്ങൾ പുറത്തു തന്നു ഇസ്സത്തോടെ ജീവിച്ച് തഖ്വയിലായി ജീവിതം നയിച്ച് ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. ദുനിയാവിൽ ജീവിക്കുന്ന കാലമത്ര ഇസ്സത്ത് നിലനിർത്തണമല്ലോ. ഇസ്സത്തിന് കോട്ടം വരുത്തുന്ന ഒരു സംഗതിയും നീ നമ്മുടെ ജീവിതത്തിൽ നീ വരുത്തല്ലയല്ലോ. എല്ലാവരും നാരിയത്ത് സ്വലാത്ത് 11 തവണ വീതം ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك.
اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ, നാം ഓതിയ ഖുർആൻ ഓത്തുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ പ്രീതി ആശിച്ച് ചൊല്ലിയ ദിക്റുകളാണ്, സ്വലാത്തുകളാണ്. സൂറത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു റബ്ബേ അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ. മിത്ല സവാബ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ അസ്ഹാബുൽ കിറാം, അവിടുത്തെ ജിതാദീങ്ങളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയാ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാൻ. മഹാനായ ഗൗസുൽ ആദം ശൈഖ് മുഹയ്യദ്ദീൻ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, മഹാനായ ഖാജ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, അഹ്മദ് റളാ ഖാൻ ബരൽവി റളിയല്ലാഹു അൻഹു ഹദറത്തിലേക്കും, മഹാനായ ശൈഖ് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകൾ, അല്ലാഹ് പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഖബർ ജീവിതം നീ സ്വർഗീയ പൂന്തോപ്പാക്കണം അല്ലാഹ്, ദറജ ഉയർത്തണം റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ മദതും പൊരുത്തവുമുള്ള നല്ല ജീവിതം നൽകണമല്ലാ. അല്ലാഹുവേ, നമുക്ക് പ്രയാസം തോന്നുന്ന സർവ്വ വിഷയങ്ങൾക്കും നീ പരിഹാരമായി നമ്മുടെ ദിക്റുകൾ, സ്വലാത്തുകൾ, പരിശുദ്ധ ഖുർആനും നീ സ്വീകരിക്കണമല്ലാ.
ബഹുമാനികൾ, നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, അങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമന്റുകളൊക്കെയും ഞാൻ വായിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെല്ലാം ഞാൻ ദുആ ചെയ്യും. നിങ്ങളുടെ ആവശ്യങ്ങൾ അത് മനസ്സിൽ കരുതി ആമീൻ ചൊല്ലണം. അത്രയും മഹത്വമുള്ള ദിക്റുകളാണ്, സ്വലാത്തുകളാണ് ചൊല്ലിയത്. അല്ലാഹു തആല നമുക്ക് സ്വീകാര്യത തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ الملك الجبار രാജ സയ്യിദായ സമദായ തമ്പുരാനെ, പടച്ചറബ്ബേ, നിന്റെ വജ്ഹ് ആശിച്ച് നാം ചൊല്ലിയ ഖുർആൻ, നാം ഓതിയ ഖുർആനോത്തുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ ഒക്കെയും നീ സ്വീകരിക്കണം അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജൻ, പെങ്ങന്മാർ, മുഅ്മിനീങ്ങൾ, സർവ്വ മുഅ്മിനാത്തുകൾ, നമ്മുടെ മജ്ലിസിൽ നമ്മുടെ കൂടെ ദിക്റുകൾ, സ്വലാത്തുകൾ ഏറ്റുചൊല്ലുന്ന സഹോദര സഹോദരിമാർ എല്ലാവരുടെയും പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. അവരെയും നമ്മെയും എല്ലാ മുത്തായ തങ്ങളുടെ ജിവാരിലായി സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. നീ ബറക്കത്ത് നൽകണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ. നിന്റെ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമുക്ക് തന്ന സർവ്വതിലും നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കണമല്ലോ. ഖൽബിൽ ഈമാൻ കൊണ്ട്, തഖ്വ കൊണ്ട് നമ്മുടെ മനസ്സിനെ നിറക്കണം റഹ്മാനെ. ഇഖ്ലാസുള്ളതാക്കണമല്ലോ. നിർവഹിക്കുന്ന നിസ്കാരങ്ങളും ദിക്റുകളും ഒക്കെയും നീ സ്വീകാര്യത ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ നിന്നിലേക്ക് മനസ്സടുത്ത് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയതുപോലെ അതപോലെ നമുക്കും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. ധാരാളം ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി നമ്മുടെ മനസ്സിനെ നീ പച്ചപ്പ് വരുത്തണമല്ലോ. അല്ലാഹുവേ, നിന്റെ മഹാന്മാരുടെ പാതയിൽ നമ്മെയും നയിക്കണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റമളാൻ വരുമ്പോൾ എല്ലാ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് നീ അഫൂ ചെയ്യപ്പെട്ട് പരിശുദ്ധ റമളാനിനെ വരവേൽക്കാൻ, റമളാനിലെ ഓരോ നാളുകളെ ധന്യപ്പെടുത്താൻ ആരാധനകളെ കൊണ്ട്, അല്ലാഹ് ഖുർആനോത്ത് കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, തായത്തങ്ങളെ ഓർത്ത് നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. സലീമായ ഖൽബ് നൽകണമല്ലോ. ഹറാമായ ചിന്തകളെല്ലാം നമുക്ക് നീ അതിനോടുള്ള മറയിട്ട് തരണമല്ലോ. ഹറാമിനെ തൊട്ട് നമുക്ക് മറയിട്ട് തരണം റഹ്മാനെ. അല്ലാഹുവേ, ഹറാമ് കാണുമ്പോൾ, ഹറാമ് ശ്രദ്ധയിൽ വരുമ്പോൾ അതൊന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. നിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് നീ തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, ഏത് സമയത്തും തഖ്വയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. നിന്റെ മഹാന്മാർ നിന്നെ ഏത് രൂപത്തിൽ പേടിച്ചുവോ അതുപോലെ നമുക്കും നിന്നെ പേടിച്ച് നിന്റെ റഹ്മത്തിൽ ആശിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. നമുക്ക് നേരെ വരുന്ന എല്ലാ ഹസദും, എല്ലാ ഫിത്നയും, എല്ലാ കണ്ണേറും, എല്ലാ സിഹറും നീ തുടച്ച് മാറ്റണമല്ലോ. നിന്റെ റഹ്മത്ത് കൊണ്ട്, നിന്റെ റഹ്മത്തായ മുത്തായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ലോ, രക്ഷപ്പെടുത്തണമല്ലോ. നമുക്കൊരുപാട് തവണ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രശോഭിതമായ ആ പുഞ്ചിരി തൂകുന്ന മുഖം റക്കിലും ഉണർവിലും ഒരുപാട് തവണ കാണാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അതിന് പറ്റിയ നല്ലൊരു ജീവിതം നൽകണമല്ലോ. ഹറാമുകളെ തൊട്ട് പൂർണ്ണമായും വിട്ടുനിന്ന് നല്ല നിലക്ക് സ്വലാത്ത് ചൊല്ലി ചൊല്ലി ഒരു രാത്രിയിൽ മുത്തായ തങ്ങളെ കാണാനുള്ള തൗഫീഖ് നൽകണമല്ലോ. നീ വൈകിപ്പിക്കല്ലേ അല്ലാ, നീ വൈകിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, നാം തെറ്റ് ചെയ്തു പോകുന്നു. അവിടത്തെ കണ്ടാൽ പിന്നെ തെറ്റ് നിന്ന് വിട്ടു നിൽക്കാമല്ലോ റബ്ബേ. നല്ലതാശിച്ചിട്ടാണ് റബ്ബേ നിന്നോട് നമ്മുടെ ആഗ്രഹം തുറന്നു പറയുന്നത്.
നീ സ്വീകരിക്കണമല്ലോ, നീ സ്വീകരിക്കണം റഹ്മാനെ. എത്ര ആളുകളെയാണ് മുത്തായ തങ്ങൾ ഉറക്കിൽ ദർശനമേറ്റ് അവരെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചത്. അല്ലാഹുവേ, നമുക്കും ആഗ്രഹം ഉണ്ട് റബ്ബേ, നമുക്കും ആശയാകുന്നു റബ്ബേ. നമ്മുടെ ആശകളൊന്നും നീ നിരാശനാക്കി കളയല്ല റബ്ബേ. അല്ലാഹുവേ, നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ, സംശുദ്ധ ഹൃദയം തന്നനുഗ്രഹിക്കണം റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, പകയില്ലാതെ, ദേഷ്യമില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ആരെയും വേദനിപ്പിക്കാതെ, വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ ഓരോ ചെയ്തികൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ നല്ല നിലക്കുള്ളൊരു ജീവിതത്തിനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ, സലീമായ കൽബ് നൽകണമല്ലോ. രക്ഷപ്പെട്ട മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനെ, രക്ഷപ്പെട്ട മനസ്സിന്റെ വക്താക്കളാക്കണം റഹ്മാനെ. അല്ലാഹു ആയുഷ്കാലത്ത് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഹബീബായ തങ്ങളെ റൗള ശരീഫ് ഒന്ന് സിയാറത്ത് നമുക്ക് പല തവണ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ, നീ തൗഫീഖ് നൽകണമല്ലോ. പരിശുദ്ധ മദീനയുടെ മണ്ണിൽ ചെന്ന് ഒരുപാട് സ്വലാത്തുകൾ മുത്തായ തങ്ങളെ ഓർത്ത് ഇവിടുത്തെ പരിശുദ്ധ പച്ചക്കുപ്പ കണ്ട് നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. നമ്മുടെ അന്തിമ ശ്വാസം മദീനയിലാക്കണം റഹ്മാനെ. മുത്തായ തങ്ങളെ കണ്ട് ഈമാനോടെ മരിക്കുന്നവരാക്കണം റഹ്മാനെ, ഈമാനോടെ മരിക്കുന്നവരാക്കണം അല്ലാഹ്. ഈമാന് തെറ്റി കാഫിറായി ചാവേണ്ട ഒരവസ്ഥ നമുക്കാർക്കും നീ വിധിക്കല്ലേ അല്ലാഹ്, നീ വിധിക്കല്ലേ അല്ലാഹ്, നീ വിധിക്കല്ലേ അല്ലാഹ്. ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് അത്തരത്തിലുള്ള മരണം വിധിക്കല്ലേ അല്ലാഹ്. ഒരു അപകടത്തിൽ പെടുത്തല്ലേ അല്ലാഹ്, ഒരു മാരക രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ട്യൂമർ തരല്ലേ അല്ലാഹ്. പല ജാതി രോഗങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. എന്തെല്ലാം രോഗങ്ങളാണ് ഓരോ സഹോദര സഹോദരിമാർ ദുആ വസിയത്തായി അറിയിക്കുന്നത്. ക്യാൻസർ ആണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ശരീരത്തിൽ പല ഭാഗങ്ങളിൽ നോവാണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. തലവേദന മാറാത്ത തലവേദനയാണെന്ന് പറഞ്ഞു ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബേ, ഏത് കഠിന രോഗമാണെങ്കിലും നീ ശിഫ നൽകണമല്ലോ. ആജിലായ തമ്മായ കാമിലായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തായ തങ്ങളെ ബറക്കത്തുകൊണ്ട് നീ ശിഫ നൽകണമല്ലോ, നീ ശിഫ നൽകണമല്ലോ. അത്തരത്തിലുള്ള വല്ല രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ അല്ലാഹുവേ, അതിന്റെ പ്രാഥമിക ഘട്ടം തന്നെ നീ നശിപ്പിച്ച് കളയണമല്ലോ, നീ തുടച്ചു മാറ്റണമല്ലോ, നീ നീക്കിത്തരണമല്ലോ. ആഫിയത്തും ആരോഗ്യം നിലനിർത്തണം റഹ്മാനെ. നമ്മെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, അല്ലാഹുവേ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പുറത്തും കൊടുക്കണം റഹ്മാനെ. നീ റഹ്മത്ത് ചെയ്യണമല്ലോ, നീ റഹ്മത്ത് ചെയ്യണമല്ലോ. അവർക്കെല്ലാ നിലക്കും നീ കാവലാകണമല്ലോ. തങ്ങളുടെ നോട്ടമുള്ള ജീവിതം അവർക്കും നമുക്കെല്ലാം തന്നെ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമം പറഞ്ഞവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണമല്ലോ. തന്ന സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമല്ലോ, സ്വാലിഹത്തന്മാരാക്കണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ നല്ല വീട് നൽകണമല്ലോ, ബറക്കത്തുള്ള ഐശ്വര്യമുള്ള നല്ല വീട് നൽകണമല്ലോ, നല്ല വാഹനം നൽകണമല്ലോ, ഇസ്സത്തുള്ള ജീവിതം നൽകണമല്ലോ. കടങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ, കടങ്ങൾ തരല്ലേ അല്ലാ. കടങ്ങളുള്ളവർക്ക്, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് രാപകലുമില്ലാതെ ഉറക്കില്ല നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ചൊല്ലുന്ന ദിക്റുകളിലൊന്നും രസം ലഭിക്കുന്നില്ല. കാരണം കടമാണ്, കടം പെരുത്തുപോയി.
പ്രയാസത്തിലാണ്. നീ വഴി തുറന്നു കൊടുക്കണം റഹ്മാനെ. നീ ഹലാലായ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ലോ. ഹൈറായ നല്ല ജോലി നൽകണമല്ലോ. ബറക്കത്തുള്ള ജോലി നൽകണമല്ലോ. വിവാഹ പ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെയും നമ്മുടെയും ദുനിയാവും ആഖിറവും നീ വെളിച്ചമാക്കണം റഹ്മാനെ. നീ രക്ഷപ്പെടുത്തണമല്ലോ, നീ രക്ഷപ്പെടുത്തണമല്ലോ, നീ രക്ഷപ്പെടുത്തണമല്ലോ. നിങ്ങളെ മനസ്സ് നീ എപ്പോഴും നല്ലത് ചിന്തിക്കുന്ന മനസ്സാക്കി തീർക്കണമല്ലോ. ശൈത്താനിന്റെ കുടുക്കിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ലേ അല്ലാഹ്, നീ പെടുത്തല്ലേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.